ഹലോ, ഇന്ന് രാവിലെ തന്നെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോവുകയാണേ. അപ്പോൾ ഒന്ന് ഹർത്താലായ കൊണ്ട് ഷോപ്പ് തുറക്കുമെന്ന് സംശയം കൊണ്ട് വണ്ടിയൊന്നും എടുത്തില്ല. പക്ഷെ എവിടെ എത്തിയപ്പം ഫുള്ള് ഷോപ്പൊക്കെ തുറന്നുണ്ട്. അങ്ങനെ നമ്മൾ കപ്പയും അതുപോലെ തന്നെ വൈദ്യനെയൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ടാട്ടോ പോയത്. അവിടുന്ന് പാലും പിന്നെ നമ്മുടെ മംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്നും സാധനമൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വിട്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം കേട്ടോ. അപ്പം അതിന് ഒരു ഗ്ലാസ് അരി, അതെ ഒരു ഗ്ലാസ് അരി വേണ്ടിയോ അല്ലേ. ഇന്നിപ്പോൾ എന്തായാലും റെസിപ്പി വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. നമ്മളൊരു സാധാ നോർമൽ കുക്കിംഗ് വീഡിയോ ആണ്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. പാലും ഇതാ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളൊരു വഴുതിന പൊരിക്ക് കപ്പയും ചെറുപയറുമാണ് നമ്മൾ കറി വെക്കുന്നത്. കപ്പ നന്നാക്കി എടുക്കണം, വഴുതിന ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം, കുറച്ച് പഴം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് മുറിക്കെട്ടോ, സ്ലൈസ് പോലെ മുറിച്ചെടുക്കാം. പൊരിക്കാൻ നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കാശ്മീർ ചില്ലി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യേ. അപ്പോൾ നമ്മുടെ വൈദ്യുതി നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പൊരിച്ചെടുക്കാം. നമുക്ക് അന്നപ്പോൾ എന്താക്കാം, ഇവിടെയുള്ള കപ്പ വെട്ടിങ് ആയിട്ട് കറി വെക്കാൻ നോക്കാം. നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടെടുക്കാം കേട്ടോ. മുറിച്ചിട്ടിട്ട് കാണാം. കപ്പ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ എനിക്കറിയാം. ഇങ്ങനെ ദൂരം വയ്ക്കാൻ അറിയില്ല. വീഡിയോ കാണാമായിരിക്കെങ്കിലും ഇങ്ങനെ ഈസിയാണോ അല്ലെങ്കിൽ പണിയാണോ? ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ഇടട്ടോ. ഒരു 3 മുളകാണ് ഇടുന്നത്. ബാക്കി നമ്മൾ അരക്കുന്നതിന് നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ടോ. ഈ വെള്ളം നാളെ ഇപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം. ഇനി നമുക്ക് ഈ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എന്താ വീട്ടിലെന്നുള്ളത് കമന്റ് ചെയ്യാം. അതെ, എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം നമുക്ക് വീഡിയോ അങ്ങോട്ട് ലാസ്റ്റുള്ള ഒരു 3 വീഡിയോസ് തീരെ റീച്ച് ആയില്ല. അത്യാവശ്യം ഒരു 100 വ്യൂസ് തന്നെ എടുത്ത് കിട്ടണമെങ്കിൽ ഒരു എൻഗേജ്മെന്റ് കൂടണേ. അത് വേണ്ടിയിട്ട് ഒരു വിസിൽ നോക്കിയിട്ട് തുറന്നു നോക്കാം. 2 വിസിൽ കൂടെ വേണമെന്നുണ്ട്. ഒന്നുകൂടി അടിയട്ടോ. ഒരു 3 വിസിൽ അടിച്ചിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം. ഇതൊക്കെ ഒന്ന് മറിച്ചിടേ. നമ്മളിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടത് കൊടുത്താണ്. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം, എന്നിട്ട് മൂടി വെക്കാം. അപ്പം നമ്മൾ ഇതൊന്നും കൂടി വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തോ നോക്കാം. ഇപ്പം വെന്തുണ്ടല്ലേ. നമുക്ക് ഇതിലേക്ക് ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇന്നിപ്പോൾ ചോറ്, നമ്മുടെ കറി, കപ്പയും പയറും കറി, വൈദ്യുതി പൊരിച്ചത്. ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഇത് രണ്ടുകൂടെ ടേസ്റ്റ് ചെയ്യാം. ചോറും കപ്പക്കറിയും കൂടെ ടേസ്റ്റ് ചെയ്യാം. സെറ്റാണെന്ന് സൂപ്പറാട്ടോ. നല്ലതായിട്ട് വഴുതന പേരല്ല വഴുതന പൊരിച്ചതും കൂടെ കൂട്ടിയിട്ട് ടേസ്റ്റ് ചെയ്തോ. മാത്രം ടേസ്റ്റ് ചെയ്തോ. സൂപ്പറാണ്. അത് ഒരു മീനൊക്കെ പൊരിച്ച അതൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഇത് ട്രൈ ചെയ്യട്ടെ എല്ലാവരും. എല്ലാവരും ട്രൈ ചെയ്യാം. വഴുതന, പിന്നെ കപ്പക്കറി, ചോറ്. അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ബൈ. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.